എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് പോയാൽ അപ്പം ഞാൻ ഇന്ന് ഒരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ആ ചില്ലി ചിക്കന് വേണ്ടിയ സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനം കൊണ്ട് നമുക്കൊന്ന് ചിക്കൻ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നമ്മളിത് ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളിക്കായി, പിന്നെ ഒരു 5-6 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇത്രയും മൈദ, പിന്നെ നമുക്ക് സോയാ സോസ് അല്ലേ അതും എടുത്ത് വെച്ചിട്ട്. അപ്പം പിന്നെ ഞാൻ ആകെ വെക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഇറച്ചി ഇത് 1 കിലോ ഇറച്ചി. അപ്പോൾ ഈ ഇറച്ചി ഒന്ന് നല്ലോണം ഒന്ന് മാനിഷ് ചെയ്ത് നമുക്കിത് ഒന്നെല്ലാം ഒന്നിട്ടൊന്ന് പുരട്ടി നമുക്ക് കുറച്ചൊരു 1 മണിക്കൂറോളം വെക്കാം. അപ്പോഴത്തേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുന്നത് കാണിക്കും. അപ്പം നമ്മൾ കുറച്ച് 1 കിലോ ഇറച്ചിയെ ഞാൻ പറഞ്ഞില്ലല്ലോ മേടിച്ചത്. ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിച്ചെടുക്കാം. നമ്മുടെ ഈ ഉള്ള മാംസമൊക്കെ നമുക്കൊന്ന് കണ്ടിച്ചെടുത്ത്, ഞാൻ കഴുകിയായിരുന്നു ഇത് വെച്ചിരുന്നത്, എന്നാലും നല്ലതായിട്ടൊന്നുകൂടെ നമുക്കൊന്നുകൂടെ കഴുകും. അപ്പം ഞാൻ ഇതിൻ്റെ മാംസമൊക്കെ ഒന്ന് എല്ലാം ഞാൻ കഴുകി വെച്ചിരുന്നതുകൊണ്ട് അഴുക്ക് വലുതായിട്ടില്ല. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പം നമ്മുടെ ഇറച്ചിയെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിടും, പിന്നെ നമുക്ക് ഒരു മുറി നാരങ്ങ നീര് ഒഴിക്കും. നിങ്ങളെടുക്കുമ്പോൾ ഈ സാധാരണ ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് അതിന് മാംസം തന്നെ എടുക്കുന്നത്. ഇവിടെ ഇത് ഇത്ര ഇരുന്നത് കൊണ്ട് ഞാൻ ഇതങ്ങ് ഒന്നിച്ച് ഇങ്ങനെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് മാംസം തന്നെ വേണ്ടിയത്. നമുക്ക് കുറച്ച് നമ്മൾ സോയാ സോസ് ഒഴിച്ചു, പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് മൈദ, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക്. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടില്ല, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക്, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും മുളക് പൊടി, ഇത്രയും മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് പുരട്ടി ഒന്ന് വെക്കാം. അപ്പം നമ്മൾ ഈ പുരട്ടി വെച്ച എല്ലാം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉപ്പുണ്ട്, നമ്മളിപ്പം എല്ലാം ചേർത്ത് അതവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിതെല്ലാം വെച്ചതിൻ്റെ കൂടെ നമുക്ക് ഒരു മുട്ടയും കൂടെ ഇതിനകത്തോട്ട് പൊട്ടിച്ചെടുക്കും. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അപ്പോൾ ഇതിവിടെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം ചില്ലി ചിക്കന് ഇങ്ങനെ ഉള്ളി അരിയാവും, വലിയ കഷ്ണങ്ങളായിട്ട് വേണം ഉള്ളി അരിയാൻ. ഞാൻ 2 അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പം നമ്മൾ വലുതായിട്ട് വേണം ചില്ലി ചിക്കന് അരി. പിന്നെ നമ്മുടെ ടൊമാറ്റോ, അത് നമുക്ക് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം.
ഇതിൻ്റെ കൂടെ എല്ലാം ഇടാം, ക്യാപ്സിക്കോ അതും ഇതും എല്ലാം നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടോ അതൊക്കെ ഇടാം. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇടുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ള ബാറ്റണൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അത് ഞാൻ എടുത്തേക്കുന്ന ഒരു ശകലം ഉപ്പ് നമ്മൾ ചേർത്ത് വെച്ചേക്കുന്നുണ്ട്, എന്നിട്ട് ഇച്ചിരി എടുത്തു. പിന്നെ വേണ്ട ഇതിനെ 3 സ്പൂണ് മൈദ എടുത്തു. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇത് സോയാ സോസ് ഒഴിച്ച് കുറച്ച്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളത്തിനകത്തൊന്ന് കലക്കാം. ഇപ്പം നമ്മൾ മുളക് ചേർത്താണ് വറുത്തേക്കുന്നത്, എന്നാലും നമുക്ക് ഇതിനകത്തൊരു കളറിന് വേണ്ടി ഇച്ചിരി മല്ലിപ്പൊടി, ഒരു ശകലം മുളക് പൊടി, ഒരു എരിവിന് ഇച്ചിരി മല്ലിപ്പൊടി, ഇത്രയും സാധനം നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് കലക്കിയെടുക്കാം. ഇത് നമ്മൾ അതിനകത്ത് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. ഇത് തന്നെ നമുക്കിപ്പം നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ട്, കോൺഫ്ലവറിനകത്തും ചെയ്യാം. നമ്മൾ മൈദയ്ക്കകത്ത് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ രണ്ടിനകത്ത് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഒരുപോലെ തന്നെ. പിന്നെ ശരീരത്തിന് എപ്പോഴും നല്ലത് മറ്റേ കോൺഫ്ലവറാണ്, മൈദ അല്ല, മൈദ കൊള്ളത്തില്ല. അപ്പം നമുക്കിത് കലക്കി അവിടോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇറച്ചിയപ്പം കുറച്ച് സമയമായിട്ടുണ്ട്, 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കതൊന്ന് വറുത്ത് പോരും. ഇപ്പം നമുക്കൊരു ചീനിച്ചട്ടി ചെറുതടുപ്പയിലോട്ട് വെക്കാം. അപ്പം ഞാനൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്ത് കോരാം. അപ്പം നമുക്കിത് വറുത്ത് കോരാൻ ആദ്യം ഇവിടെ കുറച്ച് എണ്ണ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി എണ്ണയും കൂടെ ഇട്ടു, അതൊന്ന് വറുത്ത് കോരും. അപ്പോൾ ആ എണ്ണയൊന്ന് ചൂടാവും. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ വഴറ്റി ഒരു 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയ്ക്കകത്ത് കോരി മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ ഉള്ള ചിക്കനായിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നിങ്ങൾ എപ്പോഴും എടുക്കുമ്പം മാംസം തന്നെ എടുക്കുക. അതുപോലെ തന്നെ 2 കാര്യം, മൈദയ്ക്ക് വരെ കോൺഫ്ലവർ എടുക്കും. പിന്നെ എന്ത് പച്ചക്കറി ഉണ്ടെങ്കിലും നമുക്കിതിനകത്ത് നമ്മൾ ഉള്ളിയുടെ തണ്ട്, അതുപോലെ തന്നെ പിന്നെ സിമില, ഈ ക്യാപ്സിക്കോ, പിന്നെ ക്യാരറ്റ്, ഇത്രയും സാധനം നമുക്കിതിൻ്റെ കൊടുക്കാം. അപ്പം ഞാനിതിൽ കഷ്ണം തന്നെ ആദ്യം ഇട്ട് കേട്ടോ. ഞാനിതെല്ലാം കൂടി ഇവിടെ ഇരുന്നത് കൊണ്ട് ഞാനങ്ങ് എല്ലാം കൂടെ ഇട്ടുന്നത്. നിങ്ങളെടുക്കുമ്പോൾ എപ്പോഴും മറ്റേ മാംസം തന്നെ എടുക്കും. അത് നമുക്ക് കടയിൽ ചെന്ന് ചോദിച്ചാൽ അങ്ങനെ അവർ തരും. ഞാനിങ്ങനെ ഇപ്പം എൻ്റെ ഇത് ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ എന്നും കൂട്ടാനില്ലേ വെക്കുന്നത്. മിക്കവാറും മേടിക്കുമ്പോൾ നമ്മൾ കൂട്ടാനാണ് വെക്കുന്നത്, ഒരു ഇറച്ചിക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണം. നമ്മുടെ ഇറച്ചിയെല്ലാം കിടന്ന് നന്നായിട്ട് മൂക്കുന്നു. നമ്മുടെ ചില്ലി ചിക്കൻ്റെ എല്ലാം ഞാൻ ഒരു വശം തിരിച്ചു, ഇനി ഈ വശം ഒന്ന് മൂക്കാം. ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ്റെ എല്ലാം ഒരു ഇത് വേറെ നമ്മളിട്ട്, അതും നമ്മൾ മാംസം തന്നെ ആയിരുന്നു, അത് നമുക്ക് ഇനി കൊഴുകിയെടുക്കും. ആ ഒരെണ്ണം കൊഴുകിയെടുത്തത്. പിന്നെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇട്ടൊന്ന് മൂക്കി. അപ്പം ബാക്കിയുള്ളത് കാലും
ഇവിടെ മാംസം എല്ലാം നമ്മൾ ഇട്ട് മൂപ്പിച്ചു. ഇത് നമുക്ക് ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിൽ കലക്കി ഒഴിക്കും. അപ്പം നമ്മുടെ അടുത്ത ഭാഗവും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും കിടന്നൊന്ന് മൂക്കണം, നല്ലോണം ഒന്ന് മൂത്തുക. ഇപ്പം ഇറച്ചി അവിടെ കിടന്ന് വരുന്ന നമ്മളിതിനകത്തോട്ട് 4 പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട്. നമുക്ക് കുറച്ച് എരിവ് മതി, നമ്മൾ മുളക് എല്ലാം ചേർത്തതാകും. അതിന് നമ്മൾ 4 പച്ചമുളക് കൂടെ ചേർക്കുന്നു. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം അതിൻ്റെ. അപ്പം നമുക്ക് ഈ ചിക്കൻ മൂക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും, നല്ലോണം മൂപ്പിക്കണ്ട. പിന്നെ നമുക്ക് ആ തീക്കകത്ത് പിന്നെ ഉള്ളിക്കകത്തും ഒക്കെ കൂടെ കിടന്ന് ഒന്നുകൂടൊന്നും വേവും. എന്നാലും നമ്മൾ ഇറച്ചിയില്ലേ, അത് കുറച്ച് നേരം വേണം എല്ലാം വറുത്ത് വേവാനാണ്. വേവാൻ കുറച്ചൊരു സമയം എടുക്കുന്നു. നമ്മൾ ഇറച്ചി വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചിക്കൻ മൂക്കണമെങ്കിൽ സമയമെടുക്കും. നമ്മൾ നന്നായിട്ട് മൂപ്പിക്കണം, അല്ലെങ്കിൽ പച്ചയാവില്ല. അപ്പം നമ്മുടെ ചിക്കന് ഒരുവിധം എല്ലാം മൂക്കാൻ തുടങ്ങി. അതിന് കുറേ സമയം നമ്മൾ ചിക്കൻ മൂപ്പിക്കാനെടുക്കും. നമ്മുടെ ചിക്കനെല്ലാം നല്ലതായിട്ട് കിടന്നൊന്നും മൂക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ഇറച്ചി മക്കളിന് കോരിയെടുക്കാം. 1/2 കിലോ ആയത് കേട്ടോ, ശരിയൊന്നുമില്ല. 1/2 കിലോ. അപ്പം ഈ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇതെല്ലാം വറക്കുന്നത്. നമ്മൾ കുറച്ചെണ്ണ നമുക്കിനി കോരിയെടുക്കും. ഇത്ര എണ്ണ വേണ്ടായി. നമ്മുടെ ഇറച്ചി നമ്മൾ ഇങ്ങോട്ട് വാങ്ങി വെച്ചു. നമ്മുടെ ഇറച്ചിയെല്ലാം മൂട്ടിലുണ്ട്. ഇഞ്ഞ് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇത്ര എണ്ണ വേണ്ട, നമുക്ക് കുറച്ചെണ്ണ ഇഞ്ഞ് കോരിയെടുക്കാം. നമ്മൾ കുറച്ചെണ്ണ ഇഞ്ഞ് എടുത്തിട്ട് നമ്മൾ ആദ്യം തുള്ളിയൊന്നും ശരിക്കും മൂക്കണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വെച്ചൊന്ന് അത് വെച്ചു. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. ഒരുപടി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരു ചാട്ടം. നമ്മുടെ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂട്ടാൻ മതി. നമ്മൾ ചില്ലി ചിക്കൻ ഇല്ലേ, നമുക്ക് നമ്മളെടുത്ത് വെച്ച തക്കാളിക്കായും കൂടി അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പിന്നെ ടൊമാറ്ററും പിന്നെ മൈദായും ടൊമാറ്റോ സോസും മൈദായും പിന്നെ അതുപോലെ തന്നെ എല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കും. കുരുമുളക് പൊടിയും എല്ലാം നമ്മൾ ഈ ഇറച്ചിക്ക് എന്തൊക്കെ എടുത്തു ആ സാധനം എല്ലാം ഇട്ട് നമ്മൾ ഇതൊന്ന് ഇതിനകത്തിരിക്കുന്നു. കുറച്ച് കുരുമുളകിൻ്റെ അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഇതൊന്ന് ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. വറുത്ത് വെച്ച ചിക്കൻ
നമുക്കിതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. ഇളക്കി നമുക്കിത് നല്ലോണം പറ്റിക്കാം. നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് നല്ലോണം ഇത് ഒന്ന് പറ്റട്ടെ. അപ്പം ഞാൻ ആ ഇറച്ചി വെച്ച പാത്രം ആ തളിക തന്നെ അങ്ങോട്ട് വെച്ച് അതൊന്ന് അവിടെ ഇരുന്ന് ചെറിയ തീക്കകത്തിരിക്കും. അപ്പം ഞാനിത് തുറന്നൊരു ശകലം ടൊമാറ്റോറിൻ്റെയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒഴിച്ചിട്ടുണ്ട്. ഒരു ശകലം നമുക്ക് ഇതോടെ ഒഴിക്കും, സോയാ സോസ്. അപ്പം ഇതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കി വെക്കും. നമ്മുടെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മസാലയെല്ലാം ഇതിൽ പിടിച്ച് നമുക്കൊരു 5 മിനിറ്റ് ഇതൊരടുപ്പിട്ട് അടച്ചു വെക്കും. അപ്പോൾ അവിടെ ചെറിയ തീയിലിരുന്ന് ഇതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണട്ടെ. നിങ്ങൾ എല്ലാവർക്കും ഒരു നല്ലൊരു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കേട്ടോ. ഓക്കെ, ബൈ.